നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. മരിച്ചവർക്ക് വേണ്ടിയുള്ള ഗ്രിഗോറിയൻ കുർബാനകൾ സഭയിലുടനീളം ആചരിച്ചു വരികയാണ്. ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കുമായി 30 കുർബാനകൾ അർപ്പിച്ചാൽ അവർ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുമെന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകളാണ് മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ഗ്രിഗറിക്ക് മരിച്ചവർക്ക് വേണ്ടി തുടർച്ചയായി 30 കുർബാനകൾ ചൊല്ലുവാൻ പ്രേരകമായതെന്ന് സഭയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഗ്രിഗോറിയൻ കുർബാനയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിൽ നമുക്ക് കാണാം. എമിററ്റസ് ബെനഡിക്റ്റ് 16 പാപ്പയുടെ വിശ്രമ ജീവിതം ഉൾക്കൊള്ളിച്ച ടെലിവിഷൻ പരിപാടിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കറുത്ത നസ്രായൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ രൂപം വഹിച്ച് ഫിലിപ്പൈൻ തലസ്ഥാനമായ മനിലയിൽ നടന്ന പരമ്പരാഗത പ്രദക്ഷിണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. ബൈബിൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള വിദ്യകളുമായി അമേരിക്കയിലെ ബൈബിൾ കോളേജ് പ്രൊഫസറും ബൈബിൾ മെമ്മറിമാനുമായ ടോം മേയറുടെ വാർത്തകളും, മുട്ട കഴിക്കാൻ കോഴിയെ നൽകാൻ സാന്താക്ലോസിന് കത്തെഴുതിയ കുട്ടികൾക്ക് സൗജന്യമായി മുട്ട നൽകിയ ബ്രസീലിയൻ കമ്പനിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും പോയ വാരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കുമായി 30 കുർബാനകൾ അർപ്പിച്ചാൽ അവർ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുമെന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകളാണ് മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ഗ്രിഗറിക്ക് മരിച്ചവർക്ക് വേണ്ടി തുടർച്ചയായി 30 കുർബാനകൾ ചൊല്ലുവാൻ പ്രേരകമായത്. പിൽക്കാലത്ത് മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്ന 30 കുർബാനകൾ വിശുദ്ധ ഗ്രിഗറിയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. മരിച്ചവർക്ക് വേണ്ടിയുള്ള ഗ്രിഗോറിയൻ കുർബാനകൾ സഭയിലുടനീളം ആചരിച്ചു വരികയാണ്. മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റിന് മരിച്ചവരെ പ്രതി വളരെ ശക്തമായ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയും മറ്റു ശുശ്രൂഷകളും അദ്ദേഹം അനുഷ്ഠിച്ചു പോന്നു. തൻ്റെ മരണത്തിന് ശേഷം മരിച്ചവരുടെ ആത്മാക്കളെ സഹായിക്കുവാൻ കഴിയുകയില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം വിലപിക്കുമായിരുന്നു. പരിശുദ്ധ മാതാവ് ഒരിക്കൽ വിശുദ്ധ ഗ്രിഗറിയോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, നിന്റെ സഹായം വഴിയായി ഒരു വിശിഷ്ട സേവനം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കൾക്കുമായി 30 കുർബാനകൾ അർപ്പിച്ചാൽ അവർ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുമെന്ന്. തുടർന്ന് വിശുദ്ധ ഗ്രിഗറി ഗ്രിഗോറിയൻ കുർബാനകൾ ജനകീയമാക്കി. ഇടതടവില്ലാതെ തുടർച്ചയായി വരുന്ന 30 ദിവസങ്ങളിൽ 30 കുർബാനകൾ അർപ്പിക്കുന്നതായിരുന്നു ഗ്രിഗോറിയൻ കുർബാനകൾ. മരണപ്പെട്ട ഒരു സന്യാസിയുടെ ആത്മാവുമായുള്ള വിശുദ്ധ ഗ്രിഗറിയുടെ സംവാദവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സന്യാസിയുടെ ആത്മാവ് വിശുദ്ധ ഗ്രിഗറിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 30 കുർബാനകളുടെ പൂർത്തീകരണത്തോടെ തൻ്റെ ആത്മാവിന് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോക്ഷം ലഭിച്ചു എന്നറിയിച്ചു. സാത്താൻ ആരാധന യുവജനങ്ങൾക്കിടയിൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണെന്ന് സുപ്രസിദ്ധ ഭൂതോച്ചാടകൻ ഫാദർ ഫ്രാങ്കോയിസ് ഡെർമൈൻ. ഈ അവസ്ഥ സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായേക്കുമെന്നും ഫ്രാങ്കോയിസ് ഡെർമൈൻ വ്യക്തമാക്കി. ആക്രമണോത്സുക സാത്താനികത എന്ന പകർച്ചവ്യാധി യുവജനങ്ങളെ പിടികൂടിയിരിക്കുകയാണെന്ന് ഫാദർ ഫ്രാങ്കോയിസ് ഡെർമൈൻ കത്തോലിക്ക ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറ്റലിയിലെ അൻകോണ ഒസിമോ അതിരൂപതയുടെ ഔദ്യോഗിക ഭൂതോച്ചാടകനും ഡൊമിനിക്കൻ വൈദികനുമായ ഫാദർ ഫ്രാങ്കോയിസ് ഡെർമൈൻ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഭൂതോച്ചാടന രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. ഇന്റർനെറ്റിന്റെ വർദ്ധിച്ച ഉപയോഗവും സാത്താനിക പരാമർശമുള്ള വീഡിയോ ഗെയിമുകളും കുട്ടികളിൽ പൈശാചികതയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ചാർലി ചലഞ്ച് എന്ന ഗെയിമിന് പൈശാചികതയുമായി ബന്ധമുണ്ടെന്ന് ഈ ഗെയിമിൽ പങ്കെടുത്തവർ സമ്മതിച്ചിട്ടുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുടുംബഛിദ്രം, സാത്താനിക സാഹിത്യത്തിന്റെയും വീഡിയോ ഗെയിമിന്റെയും കുട്ടികൾക്കിടയിലെ പ്രചരണം തുടങ്ങിയവയാണ് ആക്രമണോത്സുക സാത്താനികതയുടെ കാരണങ്ങളായി ഫാദർ ഡെർമൈൻ പറയുന്നത്. വിവിധ പ്രശ്നങ്ങളാൽ വീർപ്പുമുട്ടുന്ന സഭയെ ഒരു ബദലായി കാണാത്ത യുവത്വം മറ്റു മാർഗങ്ങൾ അന്വേഷിക്കുകയും ഇത് പലപ്പോഴും സാത്താൻ ആരാധനയിൽ കണ്ടെത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ സാത്താനിക ടെമ്പിളിന്റെ സഹസ്ഥാപകനായ ലൂസിയൻ ഗ്രീവ്സ് ഫാദർ ഫ്രാങ്കോയിസിന്റെ ഡെലിവറൻസ് ശുശ്രൂഷകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്.
ബാധയല്ല, പ്രലോഭനമാണ് സാത്താന്റെ ഏറ്റവും വലിയ പ്രവർത്തനമെന്ന് അടുത്തിടെ ഫാദർ ഡെർമൈൻ അഭിപ്രായപ്പെട്ടതും വലിയ വാർത്തയായിരുന്നു. ബൈബിൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള വിദ്യകളുമായി അമേരിക്കയിലെ ബൈബിൾ കോളേജ് പ്രൊഫസറും ബൈബിൾ മെമ്മറിമാനുമായ ടോം മേയർ. വായന, കേൾവി, എഴുത്ത് എന്നിവയാണ് ബൈബിൾ ഹൃദിസ്ഥമാക്കുവാനുള്ള പ്രധാന വഴികളെന്ന് അദ്ദേഹം പറയുന്നു. ബൈബിൾ ഭാഗങ്ങൾ വായനയിലൂടെ ഹൃദിസ്ഥമാക്കുന്നതിനോടൊപ്പം അവ കേൾക്കുന്നതും എഴുതുന്നതും ഓർമ്മയെ ശക്തിപ്പെടുത്തുമെന്നാണ് ടോം മേയറുടെ അനുഭവം. ബൈബിളിലെ 20 പുസ്തകങ്ങൾ ഹൃദിസ്ഥമാക്കിയ അദ്ദേഹം അതിലേക്കുള്ള വഴികളും വിശദീകരിക്കുന്നു. ഏതെങ്കിലും സംവിധാനത്തിലൂടെ കേട്ട ഭാഗങ്ങൾ ആവർത്തിച്ചു കേൾക്കുകയും വായിച്ചവ വീണ്ടും വീണ്ടും വായിക്കുകയും വേണം. ഇവ മാത്രം പോരാ, വാക്യങ്ങൾ എഴുതി പഠിക്കുകയും വേണം. മനസ്സിൽ ഉറപ്പിച്ച ഭാഗങ്ങൾ തുടരെ തുടരെ ഓർത്തെടുത്തുകൊണ്ടിരിക്കുക. തെറ്റുണ്ടെങ്കിൽ വീണ്ടും തിരുത്തി ഉറപ്പിക്കുക. ഇതാണ് ബൈബിൾ മെമ്മറിമാനായി അറിയപ്പെടുന്ന ടോം മേയറുടെ രീതി. കാലിഫോർണിയയിലെ ശാസ്ത ബൈബിൾ കോളേജിലെ അധ്യാപകനാണ്. പഠിപ്പിച്ചുറപ്പിച്ചവ നിരന്തരം ഉപയോഗിക്കുകയും വേണം. For the sun is no sooner risen with a burning heat, but it withereth the grass, and the flower thereof falleth, and the grace of the fashion of it perish. So also shall the rich man fade away in his ways. Blessed is the man that endures temptation, for when he is tried, he shall receive the crown of life, which the Lord hath promised to those that love him. Let no man say when he is tempted, I am tempted of God. For God cannot be tempted with evil, neither tempteth he any man. But every man is tempted when he is drawn away of his own lust and enticed. And when lust hath conceived, it bringeth forth sin. And sin, when it is finished, bringeth forth death. പ്രമുഖ ക്രിസ്ത്യൻ നേതാക്കളും ക്രൈസ്തവ സംഘടനകളും 2020 ബൈബിൾ വർഷമായി പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ടോം മേയർ ബൈബിൾ ഹൃദിസ്ഥമാക്കാനുള്ള പൊടിക്കൈയുമായി എത്തുന്നത്. വായിച്ചു പഠിച്ചവയും എഴുതി പഠിച്ചവയും മനസ്സിൽ ഉറയ്ക്കുമെങ്കിലും കേട്ടു പഠിക്കുന്നവയാണ് ഓർത്തിരിക്കാൻ കൂടുതൽ എളുപ്പമെന്ന് ബൈബിൾമാൻ പറയുന്നു. ബൈബിളിലെ കഥകൾ വായിച്ചു തുടങ്ങിയാണ് തനിക്ക് ബൈബിൾ മനഃപ്പാഠമാക്കുവാനുള്ള പ്രചോദനം ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. I would just read the famous stories in the Bible and just be amazed at how beautiful they were and how interesting they were with just the words themselves. എമിരറ്റസ് ബെനഡിക്ട് 16 പാപ്പയുടെ വിശ്രമ ജീവിതം ഉൾക്കൊള്ളിച്ച ടെലിവിഷൻ പരിപാടി ശ്രദ്ധയാകർഷിക്കുന്നു. ബെനഡിക്ട് 16 പാപ്പയുടെ സംഭാഷണം ഉൾക്കൊള്ളിച്ചാണ് ജർമ്മൻ മാധ്യമ പ്രവർത്തകനായ ടാസിലോ ഫോർച്ചീമർ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ബവേറിയൻ ടെലിവിഷൻ നെറ്റ്വർക്ക് BR24 സംപ്രേഷണം ചെയ്ത 30 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടിയിൽ പാപ്പയുടെ വിശ്രമ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2013 സ്ഥാനത്യാഗം ചെയ്തതിനു ശേഷം പൊതുചടങ്ങുകളിൽ പാപ്പ പ്രത്യക്ഷപ്പെടാറില്ല. ഈ സാഹചര്യത്തിൽ ഒരുക്കിയ പ്രോഗ്രാമിന് ഏറെ സ്വീകാര്യതയാണ് വിശ്വാസി സമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബെനഡിക്ട് പാപ്പ ദുർബലമായ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതെന്നും വളരെയധികം ബുദ്ധിമുട്ടിയാണ് നടക്കുന്നതെന്നും ജർമ്മൻ മാധ്യമപ്രവർത്തകനായ ടാസിലോ ഫോർച്ചീമർ പറയുന്നു. പണ്ട് തനിക്ക് നല്ല ശബ്ദമുണ്ടായിരുന്നുവെന്നും അത് നഷ്ടപ്പെട്ടു പോയെന്നും പാപ്പ പറയുന്നുണ്ട്. ബെനഡിക്ട് പാപ്പയ്ക്ക് ഏതാനും നാളുകൾക്ക് മുൻപ് വരെ ശാരീരിക അവശതകൾ ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിനും പറഞ്ഞു. 2020 ഏപ്രിൽ മാസം 93 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ബെനഡിക്ട് മാർപ്പാപ്പ ശാരീരിക അവശതകൾക്കിടയിലും ദൈനംദിന കാര്യങ്ങൾക്ക് സമയക്രമം പാലിക്കുന്നതിൽ ശ്രദ്ധാലുവാണ്. വിശുദ്ധ കുർബാനയോട് കൂടിയാണ് പാപ്പ ഓരോ ദിവസവും ആരംഭിക്കുന്നതെന്ന് പരിപാടിയിൽ പ്രതിപാദിക്കുന്നു. ലൈബ്രറിക്ക് സമാനമായ ഓഫീസ് മുറിയിലാണ് എല്ലാ ദിവസവും കൂടുതൽ സമയം ബെനഡിക്ട് പാപ്പ ചെലവഴിക്കുന്നത്. തൻ്റെ രാജ്യമായ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രങ്ങളും മറ്റും ഓഫീസിലെ ചുമരിൽ തൂക്കിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ശാരീരിക അവശതകൾക്കിടയിലും ആത്മീയമായ അവശത പാപ്പയെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യുവ കത്തോലിക്ക മാധ്യമപ്രവർത്തകരെ വാർത്തെടുക്കുന്നതിനായി ബെനഡിക്ട് മാർപ്പാപ്പ മുൻകൈയെടുത്ത് അടുത്തിടെ ജർമ്മനിയിൽ ആരംഭിച്ച മീഡിയ ഫൗണ്ടേഷൻ. ടാക്സ് പോസ്റ്റ് ഫൗണ്ടേഷൻ ഫോർ കാത്തലിക് പബ്ലിസിറ്റി എന്നാണ് കൂട്ടായ്മയുടെ പേര്. പുതിയ സംരംഭത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായത്തിനും പാപ്പ അഭ്യർത്ഥന നടത്തിയിരുന്നു. മുട്ട കഴിക്കാൻ കോഴിയെ നൽകാൻ സാന്താക്ലോസിന് കത്തെഴുതിയ കുട്ടികൾക്ക് സൗജന്യമായി മുട്ട നൽകി ബ്രസീലിയൻ കമ്പനി. വടക്ക് കിഴക്കൻ ബ്രസീലിൽ നിന്നുള്ള 2 കുട്ടികൾ എഴുതിയ കത്താണ്
അവൈൻ എന്ന മുട്ടക്കമ്പനിയെ വ്യത്യസ്തമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്? അന്തോണിയോ അലഞ്ചന്ദ്രോ എന്ന 7 വയസ്സുകാരനും അന്തോണിയോ എറിക് എന്ന 9 വയസ്സുകാരനുമാണ് മുട്ട കഴിക്കുവാനുള്ള തങ്ങളുടെ ആഗ്രഹത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചത്. ദിവസവും മുട്ട കഴിക്കാൻ ഒരു കോഴിയെ സമ്മാനമായി തരാനാണ് സാന്താക്ലോസിന് ഇവർ കത്തെഴുതിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മുട്ടക്കമ്പനിക്കാർ കുട്ടികളുടെ ആഗ്രഹത്തെ മാനിച്ച് സൗജന്യമായി മുട്ട നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. എല്ലാ മാസവും ആ കുട്ടികളുടെ വീട്ടിലും അടുത്തുള്ള 45 വീടുകൾക്കും ഒരു പെട്ടി മുട്ട സൗജന്യമായി നൽകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. കുട്ടികളെ സഹായിക്കുക, സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക, മറ്റുള്ളവരെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് തങ്ങൾ പ്രാമുഖ്യം നൽകുന്നതെന്ന് കമ്പനി ഡയറക്ടർ ഹെൻറി ബ്രിട്ടോ വ്യക്തമാക്കി. ഫിലിപ്പൈൻസിൽ ചരിത്ര പ്രസിദ്ധമായ പ്രതിവർഷ കത്തോലിക്ക പ്രദക്ഷിണത്തിൽ ആവേശത്തോടെ പങ്കെടുത്ത് ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കറുത്ത നസ്രായൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ രൂപം വഹിച്ച് ഫിലിപ്പൈൻ തലസ്ഥാനമായ മനിലയിൽ നടത്തപ്പെടുന്ന പരമ്പരാഗത പ്രദക്ഷിണത്തിലാണ് വിശ്വാസികൾ തിങ്ങിക്കൂടിയത്. കറുത്ത നസ്രായൻ എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുരിശുരൂപവുമായി മനിലയിൽ നടന്ന പ്രദക്ഷിണത്തിൽ ഇത്തവണയും ദശലക്ഷങ്ങളുടെ പങ്കാളിത്തം. ക്രിസ്തുവിൻ്റെ കുരിശുയാത്രയെ അനുസ്മരിപ്പിക്കുന്ന കറുത്ത നസ്രായൻ എന്ന രൂപവുമേന്തി മനിലയിലൂടെ നടത്തുന്ന പ്രതിവർഷ പ്രദക്ഷിണത്തിൽ ഇക്കുറി 4 ദശലക്ഷത്തോളം വിശ്വാസികളാണ് അണിനിരന്നത്. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ അനുസ്മരണാർത്ഥം കഠിനമായ ചൂട് അവഗണിച്ച് നഗ്നപാതരായി കിലോമീറ്ററുകളോളം ദൂരം ആവേശത്തോടെയും ഭക്തി നിർഭരവുമായാണ് വിശ്വാസികൾ സഞ്ചരിച്ചത്. രാവിലെ തുടങ്ങി രാത്രി വരെ ദീർഘിച്ച പ്രദക്ഷിണത്തിൻ്റെ ഔദ്യോഗിക ഗാനവും സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു. വിശ്വാസികൾ ഏറെ വിശ്വാസത്തോടെ വണങ്ങുന്ന പ്രസ്തുത രൂപം അഗ്നിബാധകളിലും ഭൂകമ്പങ്ങളിലും 2ാം ലോക മഹായുദ്ധത്തിലും അത്ഭുതകരമായി അതിജീവിച്ചതായും അതിനാൽ തന്നെ അത്ഭുത ശക്തിയുള്ളതുമായാണ് വിശ്വസിക്കപ്പെടുന്നത്. കറുത്ത നസ്രായൻ്റെ രൂപത്തിൻ്റെ കൈമാറ്റത്തെ സൂചിപ്പിക്കുന്ന ട്രാൻസ്ലാസിയൻ എന്നറിയപ്പെടുന്ന വർഷം തോറുമുള്ള ഈ പ്രദക്ഷിണം വിശ്വപ്രസിദ്ധമാണ്. മണിക്കൂറുകൾ എടുത്താണ് പ്രദക്ഷിണം പൂർത്തിയായത്. 16ാം നൂറ്റാണ്ടിൽ അജ്ഞാതനായ മെക്സിക്കൻ ശില്പിയാണ് ഒരു കാൽമുട്ട് മടക്കിയ നിലയിൽ വലിയ മരക്കുരിശുമേന്തി നിൽക്കുന്ന യേശുവിൻ്റെ ഈ ഇരുണ്ട രൂപം നിർമ്മിച്ചത്. 1606 അഗസ്റ്റീനിയൻ സന്യാസിമാർ ഈ രൂപം ഫിലിപ്പൈൻസിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 1650 ഇന്നസെന്റ് 10ാമൻ പാപ്പയാണ് ഈ രൂപത്തോടുള്ള വണക്കത്തിന് അംഗീകാരം നൽകിയത്. ഫിലിപ്പൈൻസിലെ ക്രിസ്ത്യാനികളുടെ അചഞ്ചലമായ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് ഇന്നസെന്റ് 10ാമൻ പാപ്പ വിശേഷിപ്പിച്ചിരിക്കുന്ന ശില്പമാണ് കറുത്ത നസ്രായൻ. മനിലയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കിയാപ്പോ ദേവാലയത്തിലാണ് കറുത്ത നസ്രായൻ്റെ രൂപം സ്ഥാപിച്ചിരിക്കുന്നത്. ഏറെ അത്ഭുതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതിനെ തുടർന്ന് നാനാജാതി മതസ്ഥർ എത്തുന്ന കേന്ദ്രമായി ക്യുയാപ്പോ മാറുകയായിരുന്നു. വത്തിക്കാൻ ഫിലിംസ് ലൈബ്രറിയുടെ 60ാം വാർഷികം ആഘോഷിക്കാനായി പ്രത്യേക ഡോക്യുമെൻ്ററി പുറത്തിറക്കുന്നു. വത്തിക്കാൻ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന ഈ ഡോക്യുമെൻ്ററി കാണാൻ അതിന് തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയും എത്തും. ഒട്ടേറെ സുപ്രധാനമായ ദൃശ്യശേഖരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വത്തിക്കാൻ ഫിലിംസ് ലൈബ്രറി. 1950കളുടെ ഒടുവിലാണ് സമൂഹ മാധ്യമങ്ങൾ പെട്ടെന്ന് വളർന്നതും വീടുകളിലേക്ക് ടെലിവിഷൻ എത്തിത്തുടങ്ങിയതും. ഈ മുന്നേറ്റത്തിൽ നിന്നും വത്തിക്കാനും വിട്ടുനിന്നില്ല. 1959 ജോൺ 23ാമൻ മാർപ്പാപ്പ വത്തിക്കാൻ ഫിലിം ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. 2ാം വത്തിക്കാൻ സുനഹദോസ് മുതലുള്ള ദൃശ്യങ്ങൾ വത്തിക്കാൻ ഫിലിമുകളിൽ ആക്കാൻ ആരംഭിച്ചിരുന്നു. എങ്കിലും ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾ 1950 മുതൽ ഉള്ളതല്ല. ആദ്യത്തെ മൂവി 1896ലേതാണ്. ലിയോ 13ാമൻ പാപ്പ താൻ ഇപ്പോഴും ആരോഗ്യവാനാണെന്ന് വ്യക്തമാക്കാൻ വത്തിക്കാൻ തോട്ടത്തിൽ നടക്കുന്ന ദൃശ്യമാണ്.
അതുമുതൽ മാർപ്പാപ്പമാരെ വീഡിയോകളിൽ ദൃശ്യങ്ങളിൽ എടുക്കുന്നത് സാധാരണമായി. 1942 ജനങ്ങൾക്ക് യുദ്ധം കാരണം റോമിലേക്ക് വരാൻ കഴിയാതിരുന്നപ്പോൾ അവർക്കായി പിയൂസ് 12 പാപ്പ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. അസറ്റൈറ്റ്, മാഗ്നറ്റിക്, ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഓരോ ഫിലിമുകളും. കത്തോലിക്ക സിനിമകൾക്കും ഡോക്യുമെന്ററികൾക്കും പുറമെ സഭയുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങളുടെ വൻ ശേഖരം തന്നെയുണ്ട്. ജപ്പാനിൽ നടന്ന അണുബോംബ് വർഷത്തിന്റെ ചിത്രങ്ങൾ വരെ ഇവയിലുണ്ട്. 50കളിലെ മിഷണറി വൈദികരുടെ ചിത്രങ്ങളും. നരവംശാസ്ത്രപരമായി സുപ്രധാന ദൃശ്യങ്ങളാണ് അവ. ഇവിടുത്തെ മൂവി തിയേറ്റർ 2005 പുനർനിർമ്മിച്ചു. ചിത്രങ്ങളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കാനായും കാഴ്ചക്കാരായും നിരന്തരം ആളുകൾ ഇവിടെ എത്തുന്നു. ദൃശ്യങ്ങൾ കാണാനെത്തുന്നവരിൽ വത്തിക്കാൻ കൂരിയയും നയതന്ത്ര ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും മാർപ്പാപ്പ തന്നെയും ഉണ്ടാകും. ഫിലിം ലൈബ്രറിയുടെ 60ാം വാർഷികത്തിനായി ലൈബ്രറിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയുടെ കെടുതികൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥനയും സഹായവും അഭ്യർത്ഥിച്ച് മെൽബൺ ആർച്ച് ബിഷപ്പ് പീറ്റർ കോമൻസോളി. ഓസ്ട്രേലിയയിലെ കാട്ടുതീ മൂലം കഷ്ടപ്പെടുന്ന മനുഷ്യരിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനൊപ്പം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് കത്തോലിക്ക സഭയും സേവനരംഗത്ത് സജീവമാണെന്ന് മെൽബൺ സഭാ നേതൃത്വവും വ്യക്തമാക്കി. വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ്, സൗത്ത് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് തീപിടുത്തം രൂക്ഷമായിരിക്കുന്നത്. 100 കണക്കിന് അഗ്നിശമന ഉദ്യോഗസ്ഥരാണ് പടർന്നുകൊണ്ടിരിക്കുന്ന തീ അണയ്ക്കാൻ പരിശ്രമിക്കുന്നത്. എന്നാൽ അതിവേഗം പടരുന്ന തീ ശമിപ്പിക്കാൻ ഇനിയും ആയിട്ടില്ല. 12 ദശലക്ഷം ഏക്കറോളം സ്ഥലം ഇതുവരെ കത്തിനശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്ര ഭീകരമായ തീപിടുത്തം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. പുതുവർഷത്തെ ലോകം വരവേൽക്കുമ്പോൾ ഇവിടെ കുറച്ചു മനുഷ്യർ നാശങ്ങളുടെയും വേർപിരിയലിന്റെയും വേദനയിലാണെന്നും അവർക്കായി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്നും ആർച്ച് ബിഷപ്പ് പീറ്റർ കോമൻസോളി അഭ്യർത്ഥിച്ചു. മേഖലയിലുള്ളവരെ സഹായിക്കാൻ നിരവധി പേർ എത്തുന്നുണ്ട്. സർക്കാരിനൊപ്പം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് കത്തോലിക്ക സഭയും സന്നദ്ധ പ്രവർത്തന രംഗത്ത് എത്തിയിട്ടുമുണ്ട്. ഇന്തോനേഷ്യൻ തലസ്ഥാനത്തെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാനായി ജക്കാർത്ത അതിരൂപത രംഗത്ത്. പുതുവർഷ ദിനത്തിൽ ആരംഭിച്ച മഴയാണ് ജക്കാർത്തയെയും സമീപ പ്രദേശങ്ങളെയും വെള്ളത്തിലാഴ്ത്തിയത്. 1866 ശേഷം തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ജക്കാർത്ത നേരിടുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി. അവശ്യ സാധനങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒറ്റപ്പെട്ടുപോയ ജനങ്ങൾക്ക് പിന്തുണയുമായാണ് സഭാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് സുരക്ഷിത മേഖലകളിലേക്ക് മാറുന്നതിനായി സഭയുടെ ദയധർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോട്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രാദേശിക സഭയുടെ സാമൂഹിക സംഘടനകൾ ഭക്ഷണം, മരുന്ന് തുടങ്ങിയ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജക്കാർത്തയുടെ 13ൽ 8 നദികളും കരകവിഞ്ഞൊഴുകി നഗരത്തിൽ ജലനിരപ്പ് ഉയരുകയായിരുന്നു. ചെളിയിൽ പുതഞ്ഞ വാഹനങ്ങൾ വഴികളിൽ കൂടിച്ചേർന്ന് കിടക്കുകയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വ്യോമസേനയുടെ പിന്തുണയോടെ മേഘങ്ങളിൽ ഉപ്പ് വിതറി മഴ നിയന്ത്രണത്തിലാക്കാനും ശ്രമമുണ്ട്. വെള്ളപ്പൊക്കത്തിൽ 53 പേർ മരിക്കുകയും 2 ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി മാറുകയും ചെയ്തിട്ടുണ്ട്. ജക്കാർത്തയിൽ 30 ദശലക്ഷം ആളുകളാണ് അധിവസിക്കുന്നത്. മാർച്ച് വരെ നീണ്ടുനിൽക്കുന്ന മഴക്കാലത്തിൽ തുടർന്നും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യ 2021 ഒക്ടോബറിൽ ആതിഥ്യമരുളേണ്ട ഏഷ്യൻ യുവജന ദിനം അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിൽ നടത്തില്ലെന്ന് സഭാ മേധാവികൾ. ഏഷ്യയിലെ കത്തോലിക്ക യുവജനതയുടെ ഏറ്റവും വലിയ സാംസ്കാരിക ഒത്തുചേരലാണ് ഏഷ്യൻ യുവജന ദിനം. 7ാമത് ഏഷ്യ യുവജനം ഇന്തോനേഷ്യയിലെ യോഗ്യാകട്ടയിൽ 2017 സമാപിച്ചപ്പോൾ 8ാമത് ഏഷ്യ യുവജനത്തിന് 2021 ആതിഥ്യമരുളുന്നതിന്റെ ഭാഗമായുള്ള കുരിശ് ഇന്തോനേഷ്യൻ യുവാക്കളിൽ നിന്നും ഏറ്റുവാങ്ങിയിരുന്നു. യുവാക്കളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ശബ്ദവും ഉത്കണ്ഠയും പ്രതിഫലിക്കുന്ന ഈ യുവജന ദിനം ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ നടത്താൻ ഇപ്പോൾ സാധ്യമല്ലെന്ന് കോട്ടാർ ബിഷപ്പ് നസ്രീം സൂസെ പറഞ്ഞു. നിലവിലുള്ള അവസ്ഥ അനുയോജ്യമല്ലെന്ന് ഇന്ത്യൻ ബിഷപ്സ് കമ്മീഷൻ ഫോർ യൂത്തിന്റെ തലവൻ കൂടിയായ ബിഷപ്പ് സൂസെ വ്യക്തമാക്കി. ആതിഥ്യം ഉപേക്ഷിക്കുന്നതിന്റെ പ്രധാന കാരണം അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വിസ ലഭിക്കാൻ സാധ്യതയില്ലാത്തതാണ്.
അഥവാ വിസ ലഭിച്ചാൽ പോലും അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് യുവജന വേദിയിലേക്ക് നിയന്ത്രണമുണ്ടാകും. AYD ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് ഫെഡറേഷനും അൽമായരുടെയും കുടുംബങ്ങളുടെയും പ്രസ്ഥാനവും യൂത്ത് ഡെസ്കും ആതിഥേയ രാജ്യവും ഒരുമിച്ച് ചേർന്നാണ് യുവജനമേള സംഘടിപ്പിക്കുന്നത്. യുവജനമേള 1999 ആദ്യം തായ്ലൻഡിലെ ഹുവാഹിനിലും തുടർന്ന് തായ്വാനിലെ തായ്പേയിലും ബാംഗ്ലൂരിലും ഹോങ്കോങ്ങിലും ഫിലിപ്പൈൻസിലെ ഇമുസിലും തെക്കൻ കൊറിയയിലെ ഡെയ്ജിയോണിലും നടത്തിയിട്ടുണ്ട്. തെക്കൻ കൊറിയയിലെ AYD സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനത ഒരാഴ്ച ഒത്തുചേർന്ന് സുവിശേഷ അനുഭവങ്ങളും സാംസ്കാരിക വൈവിധ്യവും ആത്മീയ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന സംഗമമാണ് ഏഷ്യൻ യുവജന ദിനം. ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ 2ാം തവണയും മലയാളിയായ സിസ്റ്റർ ലൂസി സ്ഥാനം പിടിച്ചു. ന്യൂയോർക്ക് ആസ്ഥാനമായ പ്രമുഖ മാസികയാണ് പട്ടിക തയ്യാറാക്കിയത്. കണ്ണൂർ സ്വദേശിയായ സിസ്റ്റർ ലൂസി മാഹേർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറാണ്. രാജ്യാന്തര തലത്തിൽ നടത്തിയ വോട്ടെടുപ്പിലൂടെ പ്രമുഖ വ്യക്തികളടങ്ങിയ ജൂറിയാണ് 2019 ഈ അപൂർവ ബഹുമതിക്ക് സിസ്റ്റർ ലൂസിയെ തിരഞ്ഞെടുത്തത്. 2018 സിസ്റ്റർ പട്ടികയിൽ ഇടം നേടിയിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ, മിഷേൽ ഒബാമ, ലോകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയായ ഫിൻലൻഡ് പ്രധാനമന്ത്രി സന്ന മെറിൻ, അമേരിക്കൻ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി, ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജെസിക്ക ആൻഡേഴ്സൺ, ദലൈലാമ തുടങ്ങിയവരാണ് പട്ടികയിലുള്ള പ്രമുഖർ. 35ാം സ്ഥാനത്താണ് സിസ്റ്റർ ലൂസി കുര്യൻ. കണ്ണൂരിൽ ജനിച്ച സിസ്റ്ററിന്റെ വിദ്യാഭ്യാസം കോളയാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിലും മുംബൈയിലുമായിരുന്നു. ഹോളിക്രോസ് സന്യാസിനി സഭയിൽ ചേർന്നു സിസ്റ്റർ ലൂസി. 1980 വ്രതവാഗ്ദാനം നടത്തി. വിവിധ ചൂഷണങ്ങൾക്ക് ഇരയായ സ്ത്രീകളെ സഹായിക്കാൻ ഹോളിക്രോസ് കോൺവെന്റിലെ സിസ്റ്റർ നോയിലിൻ പിന്റോ സ്ഥാപിച്ച ഹോപ്പ് എന്ന സംഘടനയിൽ 1989 ചേർന്നു. 1997 പൂനെയിൽ സ്ഥാപിച്ച മാഹേർ പ്രസ്ഥാനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2000-ഓളം അനാഥർക്കാണ് അഭയം നൽകുന്നത്. ജാതിമത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായ സർവമത സ്നേഹസേവന സംരംഭമാണ് മാഹേർ. എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിക്കടുത്ത് പെരുമ്പള്ളിയിൽ നിരാലംബരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അമ്മ വീട്, മുതിർന്ന പെൺകുട്ടികളുടെയും മാഹേർ സ്നേഹകിരൺ എന്നീ സംരക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. 2017 സിസ്റ്റർ ലൂസി കുര്യൻ ഇൻ ഫെയ്ത്ത് അസോസിയേഷൻ ഫോർ സർവീസ് ടു ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ എന്ന സംഘടന പൂനെയിൽ സ്ഥാപിച്ചു. ഈ സംഘടനയിൽ 8 രാജ്യങ്ങളിൽ നിന്നുള്ള 198 അംഗങ്ങളോളം സേവനം ചെയ്യുന്നുണ്ട്. 2016 ഇന്ത്യയിൽ വനിതകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ നാരി ശക്തി പുരസ്കാരം സിസ്റ്റർ ലൂസി കുര്യനായിരുന്നു. നീർജ ഭാനോട് അവാർഡ്, ജിജാഭായ് അച്ചീവേഴ്സ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് സിസ്റ്റർ ലൂസി കുര്യൻ ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവ ആന്റണിയുടെ കൊലപാതകത്തിന് പിന്നിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകളെ ഗൗരവമായി കണ്ട് അന്വേഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും തയ്യാറാകണമെന്ന് KLCA KCYM സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇരകളാക്കപ്പെട്ടവർക്ക് പരിരക്ഷ നൽകുവാനും സൗജന്യ നിയമസഹായം ലഭ്യമാക്കുമെന്നും സംഘടനകൾ അറിയിച്ചു. പ്രണയബന്ധങ്ങളുടെ പേരിൽ പെൺകുട്ടികളെ വലയിലാക്കി പിന്നീട് പീഡനങ്ങൾക്കും ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വരെ വിധേയമാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ കൂടി വരികയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യത അധികാരികൾക്കുണ്ട്. ശല്യവും ഭീഷണിയും ഉണ്ടായിട്ടും പരാതികളിൽ അധികാരികൾ നടപടി എടുക്കാത്ത സംഭവങ്ങളിൽ ഉൾപ്പെടെ അശരണരായവർക്ക് KLCAയുടെയും KCYMന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നിയമപരിരക്ഷ നൽകുമെന്നും സംഘടന നേതാക്കൾ അറിയിച്ചു. ഇവിടെ KLCയെ സംബന്ധിച്ചിടത്തോളം കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷനും നമ്മുടെ യുവജന വിഭാഗമായ KCYM ലാറ്റിനും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ഇനി കുട്ടികൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അത് നോക്കി നിൽക്കാൻ നമുക്കാവില്ല. അതിനെതിരെ പുറംതിരിഞ്ഞ് നിൽക്കാനോ അല്ലെങ്കിൽ അതിൽ ഇടപെടാതിരിക്കാനോ നമ്മൾക്കാവില്ല. ഞങ്ങൾ പറയുന്നത് ഇത് നിങ്ങളുടെ വീട്ടുകാരുടെ മാത്രം വിഷയമല്ല, പെൺകുട്ടികളുള്ള കുടുംബങ്ങളുടെ മാത്രം വിഷയമല്ല. ഇതൊരു പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഭീഷണികൾ വരുമ്പോഴോ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ ഇത്
പ്രാദേശികമായി ഇടവക തലത്തിലോ അല്ലെങ്കിൽ സംഘടനാ തലത്തിലോ KCYM-നെയോ KLCA-നെയോ ഒക്കെ അറിയിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ അറിയിപ്പ് കിട്ടുന്ന പക്ഷം നമുക്ക് നിയമപരമായ പരിരക്ഷ നിങ്ങൾക്ക് നൽകാനും അല്ലെങ്കിൽ അത്തരത്തിലൊരു സാമൂഹികമായ പരിരക്ഷ നൽകാനുമൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനാകും. അതുകൊണ്ട് ഇത് നൽകുന്ന സൂചനകൾ മനസ്സിലാക്കി നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായൊരു സാഹചര്യം സ്വന്തം വീട്ടിലും പൊതുസമൂഹത്തിലും പഠന സ്ഥലത്തും ജോലി സ്ഥലത്തുമൊക്കെ നൽകാൻ നാം ഒരുമിച്ച് നിന്ന് മുന്നേറേണ്ട, ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ചില നിമിത്തങ്ങളായിട്ട് കൂടി വേണം കാണാൻ. ഞാൻ മുമ്പ് പറഞ്ഞ സൂചനകൾ എന്ന് ഉദ്ദേശിച്ചത് ഇതങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണരുത്. നമ്മുടെ പെൺകുട്ടികൾക്കും ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം. നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നത്, ആരെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്, ആരാണ് നിങ്ങളെ താല്പര്യത്തോടുകൂടി പുറകെ വരുന്നത്, ഇതൊക്കെ ചില കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് വേണം നിലപാടുകൾ എടുക്കാൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പിന്തിരിയാൻ തീരുമാനിച്ചാലും ഇതുപോലുള്ള മാരകമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാക്കാൻ, നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ റോഡുകളും സുരക്ഷിതമായ വിദ്യാലയങ്ങളും സുരക്ഷിതമായ കലാലയങ്ങളും അതിലുപരി സമാധാനപരമായ മനസ്സുണ്ടാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിനുവേണ്ടി എല്ലാവിധ പിന്തുണയും KLCA-യുടെയും KCYM അതിൻ്റെ യുവജന വിഭാഗമായ KCYM ലാറ്റിൻ്റെയും ചെറുപ്പക്കാരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. ഏത് തരത്തിലുള്ള പ്രണയത്തിന്റെ പേരിലായാലും ഇത്തരം കൊലപാതകങ്ങൾക്ക് എതിരെ ശക്തമായ പ്രതിഷേധവും ശക്തമായ നിയമ നടപടികളും ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്നും സംഘടനാ നേതൃത്വം വ്യക്തമാക്കി. ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.